റെഡിയായി ആങ്ങള പെങ്ങൾ കോമ്പോ. ലിനുവിൻ്റെയും സിജോൻ്റെയും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പെരിന്തൽമണ്ണയിലുള്ള വാച്ച് പാലസിൽ പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുത്തത് ഒരു വാച്ച്. അത് ഞാൻ നിങ്ങൾക്കിനി ഈ വീഡിയോ ഒക്കെ കഴിയാനാവുമ്പോൾ കാണിച്ചത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മുന്നേ ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. എന്താ പറയുക, നമ്മളൊരു കപ്പിൾ വാച്ചാണ് വാങ്ങി സിജോന് ലിനുവിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സാധനം നമ്മളിനി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ കാണിക്കാം. അതിന് മുന്നേ ഞാനൊന്ന് ജസ്റ്റ് എന്തായാലും കാണിക്കാം. അപ്പോൾ ഇതാണ് വാച്ച് കേട്ടോ. ആയിട്ട് സ്പ്രേ അടിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ന് ഞായറാഴ്ച ജൂൺ 1. ഇപ്പോൾ പ്രബി നമ്മളൊരു വാച്ച് എടുത്തല്ലേ തലേ ദിവസം. ഇന്നിപ്പോൾ ജൂൺ 1-ാം തീയതിയാണ്. അപ്പോൾ 2-ാം തീയതി ലിനുവിൻ്റെ ബർത്ത്ഡേക്ക്, സിജോൻ്റെ 8-ാം തീയതി 9-ാം തീയതിൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ ഇന്ന് തന്നെ ഗിഫ്റ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട്. ഞാനിത് കാണിക്കേണ്ട വിചാരിച്ചിരുന്നു, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ കാണിക്കാൻ പോകാം കേട്ടോ. കാണിക്കാൻ പോലെ കാണിച്ചു. എൻ്റെ മൊബൈൽ കവർ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പക്ഷെ ഇത് ഇവിടെ പൊട്ടി അറ്റത്ത് നിലത്ത് വീണപ്പോൾ. അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത വാച്ച്, ടൈമെക്സിൻ്റെ കപ്പിൾ വാച്ചാണ്. നമ്മുടെ സിജോനും ലിനുവിനും നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. എന്താ പറയാനുള്ളത്? അതായത് സ്നേഹ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു, വാച്ചാണെന്ന് മനസ്സിലാവാതിരിക്കാൻ നിങ്ങൾ ഗിഫ്റ്റ് റാപ്പ് ഒക്കെ ചെയ്തു. ലാസ്റ്റ് ഒരു വാച്ച് പാലസിന്റെ കവറിൽ കൊണ്ടുപോയി കൊടുക്കും ചെയ്യും. ഇതിനും വലിയൊരു പൊതു അതൊന്നും കുഴപ്പമില്ല. ഏതാന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ ഇത് കവർ ചെയ്യണത്, അല്ല പ്രവീ? അതിന്റെ ബോക്സ് മാത്രം കൊടുത്തത്. അതെ. അപ്പൊ നമ്മള് വാച്ച് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് സാധനം. ഹലോ. അപ്പോൾ ഇന്ന് ജൂൺ 2 നമ്മുടെ സ്വന്തം സിജോൻ്റെ സ്വന്തം ലിനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആലപ്പുഴ പോവാണ്. ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസ് ഉണ്ട്. സിജോൻ്റെ വകയാണ് ലിനുവിനുള്ളത്. പക്ഷെ ലിനു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചപ്പോഴൊന്നും ലിനു ബർത്ത്ഡേ ഒക്കെ ഉണ്ട്, എന്താ എനിക്കറിയില്ല, സിജോ എല്ലാം പ്ലാൻ ചെയ്തെന്ന് വെച്ചപ്പോൾ ഒന്നുമില്ല എന്ന രീതിയിലാണ് ലിനു സംസാരിച്ചത്. അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞു, എനിക്കിന്നാണെങ്കിൽ ഭയങ്കര വർക്ക് ഉണ്ട്. റസ്മി പറഞ്ഞു റസ്മിന് ചെന്നൈയിൽ ക്ലാസ്സിന് പോകണം. നന്ദന പറഞ്ഞു നന്ദനയ്ക്ക് രാവിലെ എണീറ്റ് മറ്റേ ബാഡ്മിൻ്റന് പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ കോളിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. അപ്പോൾ ലിനു ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞോ അറിയില്ലെന്ന് എനിക്കറിയില്ല. സായിയാണ് ഏറ്റവും മെയിൻ ആള്. സായി ഫുള്ള് സർപ്രൈസ് പൊട്ടിക്കുന്ന ആളാണ്. അപ്പോൾ സായി ഇത് പറഞ്ഞൊന്നും എനിക്കറിയില്ല. ലിനു അറിയാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നത്. കാരണം ലിനുവിനെ അറിഞ്ഞിട്ടില്ല എന്നാണ് ലിനു പറയണത്. അപ്പം നമ്മളിന്ന് രാവിലെ ഒരു 7 മണിയപ്പോൾ തന്നെ മലപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. ചെറിയൊരു മഴയുള്ളൂ, വലിയ കാര്യമായിട്ടുള്ള മഴയില്ലാണ്ട് പിന്നെ സീനൊന്നുമില്ല. അപ്പോൾ നമ്മളവിടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:30 ഇവിടെ തൃശ്ശൂർ എത്താനായി. അപ്പോൾ നമ്മൾ നന്ദനസീൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇന്നലെ ഡീൽ വെച്ചത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ കാറ് നന്ദനസീൻ്റെ വീട്ടിൽ വെച്ചിട്ട് നന്ദനസീൻ്റെ വണ്ടിയിൽ നന്ദനസി ഓടിച്ചിട്ട് നമ്മളെ ആലപ്പുഴ വരെ കൊണ്ടുപോകും. അവിടെ എത്തോ ഇല്ലെന്ന് നമുക്കറിയില്ല. നന്ദനസി ഞങ്ങളെ ഓടിച്ച് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഇങ്ങനെയാണ്. ഇനി അവിടെ എത്തിയിട്ട് അത് മാറുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ പോയി നോക്കട്ടെ. എന്നാലും ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ സ്ഥിരം കഴിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. ഒരു ചേച്ചിമാരുടെ നടത്തുന്ന ഒരു മെസ്സാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയാണ് കഴിച്ചത്. ഇഡ്ഡലിയും പിന്നെ ഞാൻ ഇഡ്ഡലി കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇഡ്ഡലി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പൂരിയും കൂടി വാങ്ങി കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തുന്നത് വെച്ചാൽ ഒരു പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയാണ്. ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിനി ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ചെറുതായിട്ട് മേക്കപ്പ് ഇട്ടുള്ളൂ. അപ്പോൾ നമ്മളിനി ഇത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെറിയൊരു മേക്കപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ആലപ്പുഴ പോവാണ്. അപ്പോൾ നന്ദനസീൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകണം. അപ്പോൾ അവിടെ നമ്മൾ പിക്ക് ചെയ്യണം. 10 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ റെഡി ആയിട്ടുണ്ടോ ഇല്ല, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോവാം. ഞങ്ങൾ നന്ദനസീൻ്റെ വീടിൻ്റെ അവിടെ എത്തി. നന്ദനസി ഞങ്ങൾ കണ്ടത് വേഗം ഓടിപ്പോയി, എന്തൊരു സാധനം മറന്നു. അതാണ് ഇനിയിപ്പോൾ നന്ദനസീൻ്റെ വണ്ടിയാണിത്. അത് ഞാൻ കാണിച്ചത്. നമ്മുടെ നന്ദനസീൻ്റെ പുതിയ വണ്ടി എൽബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ അതിൽ കൊണ്ടുപോകുന്നൊക്കെയാണ് നന്ദനസി പറഞ്ഞത്. ഇതാ ഇവിടെ ഫ്ലാറ്റിൽ ഉണ്ട്. വേഗം ഓടിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. നന്ദനസി അങ്ങനെ കാർ എടുക്കാൻ പോവാണ്. നന്ദനസി കാർ എടുക്കുന്നു. അല്ല ഇടയ്ക്ക് പ്രബിയല്ലേ ഓടിക്കുന്നത്?
നന്ദനസിന്റെ വണ്ടിയില് ആ ഓട്ടെ ഓട്ടെ വണ്ടി എടുക്ക് അപ്പൊ നമ്മള് നന്ദനസി വണ്ടി ഓടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഓടിച്ച് ഇവിടെ നമ്മുടെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ മുതൽ കൊച്ചി വരെ നന്ദനസിയാണ് ഓടിച്ചത്. വലിയ സൂപ്പർ ഡ്രൈവറാണ്. കലിപ്പന്റെ കാന്താരി എന്ന പോലെ വണ്ടി ഓടിച്ചിട്ട് സൂപ്പർ ആയിട്ടുണ്ട് അല്ലെ. ക്യാമറയുടെ ഗുണം അല്ലേ. ഇതൊക്കെ അടിപൊളിയല്ലേ നമ്മള് വാങ്ങിയത്. ഇവിടെ ആടെയാണ് വാങ്ങിയത്. ഇവിടുന്ന് നന്ദനസി വണ്ടി ഓടിച്ചിട്ട് പൊളിച്ച് ഒതുക്കി വന്നിട്ടുണ്ട്. നമ്മള് സ്ഥിരം നിർത്തുന്ന സ്ഥലമാണ്. അപ്പൊ അവിടെ നിന്നാണ് ചക്കയുടെയാണ് വാങ്ങിയത്. ചക്കയുടെ സായി സ്ഥിരം വാങ്ങുന്ന സ്ഥലം തന്നെയാണ് അവിടെ. നേരത്തെ പാട്ടിട്ടുണ്ടായിരുന്നു സംസാരിക്കുന്നത്. നന്ദനസി അത് ഇവരെ കൊണ്ട് പാട്ട് ഓഫാക്കി. നമ്മുടെ ക്ലബ് ഷവായിൽ നന്ദനസിക്ക് ഒരു ചലഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. അത് ഞാൻ ഫുള്ള് അല്ല ഇത് ഈ വ്ളോഗിലാണ്. അപ്പൊ ഇനി ഞാൻ ചലഞ്ച് കണ്ടെങ്കിൽ നന്ദനസിന്റെ ചാനലിൽ കയറിയാണ്. അതൊന്നും ഞാൻ പറയില്ല, ചാനലിന്റെ പേരൊന്നും പറയില്ല. അപ്പൊ നമ്മുടെ ഫുഡ് വന്നിട്ട് ചലഞ്ചിന്റെ റെഡിയായി. ആങ്ങള പെങ്ങൾ കോംബോ വന്നിട്ടുണ്ട്. എന്റെ ഫുൾ ചലഞ്ച് വീഡിയോ നന്ദൂസ് ഡെയിലി ബീച്ചിലുണ്ടാവും. അപ്പോൾ ഇവരെ പാടായി, ഇവരെ യൂണിവേഴ്സായി ഒരു ഭയങ്കര ചലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ സാധാ ഷവായ ക്ലബ് ഷവായിൽ വന്ന് കഴിക്കാൻ വന്നതാണ്. ഈ ചലഞ്ചിൽ ആരാ ജയിക്കുന്ന എല്ലാവർക്കും അറിയാം. സായിയെ മിക്കവാറും ജയിക്കുള്ളൂ. പക്ഷെ നന്ദനസി കടുത്ത പോരാട്ടത്തിലാണ്. നന്ദനസി പോയി ജയിക്കും. ഞാനൊരു അൽഫാമാണ് പറഞ്ഞത്. എനിക്കിതേ പറ്റുള്ളൂ. ഇവർ ചലഞ്ച് നടത്തിയിരുന്നാ തീർന്നു. സായിയാണ് എന്തായാലും ജയിച്ചത് അറിയാലോ. അടുത്തത് ഷവായ അല്ല അൽഫാം. അപ്പൊ നമ്മുടെ ഫുഡ് ചലഞ്ച് ഒക്കെ കഴിഞ്ഞിട്ട് നന്ദനസി തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നന്ദനസി 500 ഞങ്ങള് അടിച്ചു മാറ്റിയിട്ടുണ്ട്. കാറിന്റെ ചെലവ് വെച്ചപ്പോഴേ തരുന്നില്ല. അയ്യോ വേണ്ട. മിനിമം ഒരു 2 കോടി കഴിക്കാൻ പറ്റിയവരെ കൊണ്ടുവന്നു. 2 കോടിയോ? 2 കോടിയോ? 2 കോടി 2 കോടി നേട്ട്. അപ്പോ നമ്മളിവിടെ ജാസ് ഫാബ്രിക്സ് കാണാണ്ടോ? ജാസ് ഫാബ്രിക്സ് അരൂരിന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുത്തു. നീനുവിന് വാച്ച് കൂടാതെ ഒരു ചെറിയൊരു ചുരിദാർ എടുത്തു. അപ്പോൾ നമ്മൾ ഈ ടാറ്റ പോവാണ് നേരെ ആലപ്പുഴ. അപ്പൊ നമ്മളങ്ങനെ ഇത് വീടാണല്ലോ. അപ്പൊ നമ്മളങ്ങനെ റിസോർട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് റിസോർട്ടിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സ്ഥലം. തുടങ്ങി. അപ്പൊ ഞങ്ങൾ ഷുഗർ ഫിൽസിന്റെ ടീം എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പച്ചപ്പ്. ഇവിടെയാണ് ബർത്ത്ഡേ ആഘോഷം അല്ലേ അല്ലേ പ്രഭേ? ഇവിടെയാണ് ആഘോഷം. ആ അപ്പൊ നമ്മുടെ ഷുഗർ ഫിൽസ് ടീമാണിത്. ആ നമ്മുടെ ആലപ്പുഴ ടീംസ് ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇതാണ് റൂം. സിജോ വന്നിട്ടുണ്ട്. അതെനിക്ക് എടുക്കാൻ പാടില്ല, നിങ്ങൾക്ക് മാത്രം എടുക്കാൻ പാടില്ല. എന്റെ ഡ്രസ് ആ അതാണ് അതാണ് ഫോണിന്റെ പോയിട്ട്. അതെ വേറെ ആൾക്കാര്. അപ്പോ ഗൈസ് നമ്മളെ റൂമിലെത്തി. സിജോ നല്ല വെൽ സൂട്ടിലാണ്, വെൽ സെറ്റിൽ നല്ല സൂട്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത്. സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. ഡ്രീം ക്യാച്ചർ ഉണ്ട്. അടിപൊളി റൂമാണ് കേട്ടോ. ഇന്ന് അവസരം തന്നെ. ആ ഇത് ഗ്രേ ആണ്. ആ ഇത് കട്ടാക്കിട്ട് പറയല്ലേ. അപ്സര താങ്കൾ ഇന്ന് എന്തോ ഫോണിലൂടെ എന്തോ വയറ് പറഞ്ഞു. താങ്കൾ ഇന്ന് ഫോണിലൂടെ എന്തോ സംസാരിച്ചല്ലോ. എന്താ പറഞ്ഞത്? വീഡിയോ എടുക്കരുത്. എനിക്ക് സായി ചേട്ടനെ എനിക്കൊന്ന് വിട്ടു തരണം. എനിക്ക് സായി ചേട്ടനെ കോംബോയിൽ ഒരു വീഡിയോ ചെയ്യണം. ഓക്കെ ഞാൻ തന്നിരിക്കുന്നു. ഓക്കെ സെറ്റായി. വെറുതെ രസല്ലേ. അങ്ങനെ നമ്മുടെ കല്യാണ ചെക്ക് വന്നിട്ടുണ്ട്. കല്യാണ ചെക്കായി.
നിഷാന എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ വേറെ ഫോട്ടോ കണ്ടോ, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നു. അവിടെ കുറെ പാട്ട് ഡൗൺലോഡ് ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു. കണ്ട ഇവിടെ ഭയങ്കര പാട്ട് റീലെടുക്കുന്ന ഷൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. റസ്മിനും നന്ദനിയും കാര്യമായിട്ടുള്ള പരിപാടികളാണ്. അപ്പോൾ ഞങ്ങളിവിടെ വെറുതെ ഇരിക്കുന്നു. സിജോ ലിനുവിനെ കൊണ്ടുപോകാൻ വേണ്ടി പോയതാണ്. കേക്ക് വാങ്ങിയിട്ട് വീട്ടിലേക്ക് വരുള്ളൂ. സോറി, ഇവിടേക്ക് വരുള്ളൂ, വില്ലയിൽ വരുള്ളൂ, റിസോർട്ടിലേക്ക് വരുള്ളൂ. ഇതൊരു വില്ലയാണ്. നമ്മൾ വില്ലേൻ്റെ പേര് പുറത്ത് കണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കേക്കും എൻ്റെ ആരാധകർക്ക് ഇത് മതി, എൻ്റെ ഇതുകൊണ്ട് മതി. അപ്പോൾ റസ്മിന് എനിക്ക് നല്ലൊരു കോംപ്ലിമെൻ്റ് തന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ വയറ് കുറഞ്ഞെന്ന് പറഞ്ഞത് നിഷാനി പറഞ്ഞു വേണ്ട. അപ്പോൾ നിഷാനി എനിക്കൊരു കോംപ്ലിമെൻ്റ് തന്നു. ഞാൻ നല്ല തടി പറഞ്ഞു. ഇല്ല, നിഷാന ഒന്നും പറഞ്ഞതേ അല്ല. നിഷാന പിന്നെ സ്ലിം ബ്യൂട്ടി ഓൾറെഡി ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മളെന്തെങ്കിലും ബോഡി ഷേമിങ് ചെയ്യാൻ പാടില്ല, ഫാറ്റ് ബ്യൂട്ടി. അപ്പോൾ നമ്മൾ സ്ലിം ആയതുകൊണ്ട് പറഞ്ഞിട്ടൊരു സന്തോഷമുണ്ട്. ഞാൻ ജിമ്മിന് പോകുന്നുണ്ട്, ഡയറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്നാലും കാര്യം കൂട്ടൊന്നുമില്ല. ഓക്കെ, എന്താണ് ഊഞ്ഞാലാടുന്നത്? ഹേയ് ബനാനെ എന്താണ് ഊഞ്ഞാലാടുന്നത്? നമ്മളെല്ലാവരും ലിനുവിനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ, സിജോടെ എത്തിയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ നല്ല ഡെക്കറേഷൻ അല്ലേ, നല്ല ഡെക്കറേറ്റ് ഉണ്ട്, നല്ല അടിപൊളിയുണ്ട്. ഇനി കേക്കായിട്ട് സിജോ ലിനുവിനെ കൂട്ടി വരും. ഇവിടെ ചെറിയ ഫോട്ടോഷൂട്ടിന് പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഞങ്ങളെല്ലാവരും എന്നെ ഇപ്പൊ വിളിച്ചു, ഞാൻ കട്ടാക്കി മീറ്റിംഗിലാന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഓക്കെ, ശരി, ബൈ. ലിഷാന വളരെ കഷ്ടപ്പെട്ട് ഗോവയിൽ വന്നതാണ്. അല്ല, വേണ്ട, മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് വന്നാണ്. അവിടെ നിന്ന് വന്നാണ് കഷ്ടപ്പെട്ട് ലിനുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ലിഷാന ഇവിടെ വന്നാണ് കേട്ടോ. വണ്ടി ഓടിച്ചു വന്നാണ്. കണ്ടോ, ഫുള്ള് ആ ഒരു ലുക്കിലല്ലേ വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് ക്ഷീണിച്ച് ചെന്നൈയിലുള്ള പഠിപ്പ് കളഞ്ഞു. പഠിക്കണം എന്നുള്ളൊരു ചിന്തയില്ല അവിടെ. അതെ, ഷൂട്ട് ക്യാൻസൽ ചെയ്തു. ഈ കുട്ടി പഠിപ്പുണ്ടാ വന്നിരിക്കുന്നത്, പഠിപ്പെന്ന വിചാരമില്ല. പഠിച്ച് ഞാൻ ജോലി മേടിച്ചിട്ട് ജോലി വേണ്ടെന്ന് വെച്ചിട്ടാ. ആ, പോലീസുകാരിയാണത്, പോലീസുകാരി. ജോയിൻ ചെയ്തോ പഠിക്കണോ വേണ്ട? എന്താ കുട്ടീന്റെ അവസ്ഥ മനസ്സിലാവണില്ല. അവൾക്ക് ആക്ച്വലി നാട്ടിൽ വന്നിട്ടുള്ള കുന്തളിപ്പ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു. കുന്തളിപ്പ് എന്നൊക്കെ പറഞ്ഞ അർത്ഥം മാറൂട്ടോ. ആകെയാണ് ഞാൻ ചന്ദ്രനെ ഞാൻ അതാലോചിച്ചത്. പാട്ട് വേറെ ഇടുവല്ലായിരിക്കും. സ്വാതി അറിയുന്നു ഞാൻ. എല്ലാരെയും വിളിച്ച് താഴെ ഇറക്കിയിട്ട് ആരും കൂടി കയറുന്നു.
ഹാപ്പി ബർത്ത്ഡേ ടു യു. സ്റ്റോറി അവൾ ഹൈഡ് ചെയ്ത പോലെ അതേന്നു ആ മണ്ടത്തിൽ വന്നില്ല. എന്റെ വായന അബദ്ധാടി സായി മലപ്പുറം പറയാം. അപ്പൊ എല്ലാരും ഒരുമിച്ച് ഹാപ്പി ബർത്ത്ഡേ പാടണം. ശ്രദ്ധിക്ക്, കേക്കിലാക്കാതെ പൊട്ടിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. വീഡിയോ എടുക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് കുറിക്കാം. അപ്പൊ ലിനു പ്ലീസ്, ഷിജോ, ലിനു റെഡി. Happy birthday to you.
അങ്ങോട്ട് വെക്കണം. അങ്ങോട്ടോ അപ്പൊ ഇതാ ആരാ അതെ നിങ്ങളുടെ മൂന്നും കൂടെ എല്ലാരും വൈടുക്കോ ആ വൈ കൊണ്ടുപോയ ഇങ്ങനെ കൊടുത്തത് സ്വാഭാവികം മനസ്സിലാവും. ഞാൻ പറയാം മാച്ച് ഹാപ്പി ബർത്ത്ഡേ സിജോ. സായി കണ്ടു കഴിഞ്ഞാൽ അടിച്ചു. ഇന്നോട് വെച്ചോളൂ. ആ വണ്ടി ബാക്കിൽ കൊണ്ടിരുത്താറല്ലേ അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ആഘോഷം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, ആഘോഷിച്ചു. ഇതാ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ ബാഡ്മിൻ്റൺ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗബ്രി, നന്ദനസിയും. അപ്പോൾ നമ്മൾ പൂളിൻ്റെ സൈഡിൽ നിൽക്കുന്ന നിശാന, പൂളിൻ്റെ അറ്റത്ത് ജാസ്മിൻ. അത് കഴിഞ്ഞ് ബാക്കി എല്ലാവരും പുറത്താണ്. ലീനുവിൻ്റെ ഫാമിലി ഉണ്ട്. ലീനു പറയൂ, എന്താണ് സായിനെ കുറിച്ച് പറയാനുള്ളത്? ആ ഇതാ ശരിക്കും അതാണ് കുടുംബത്തിൽ പറഞ്ഞവനെ. കൊടുക്ക് സിജോ, അതാണ്
സന്തോഷമായില്ലേ ബാലിക്ക്? ഇവിടെ കാര്യമായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടക്കുന്നത്. വേണ്ട വേണ്ട പിന്നെ വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കിയിട്ട് കൊറേ വേർത്തല്ലേ കുളിച്ചോടെ അപ്പൊ ഇത് ടാറ്റ ബൈ ബൈ പറയാണ്. അപ്പൊ റസ്മിനെ ബൈ, നിഷാനെ ബൈ ബൈ, അസ്പര 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 ബൈ ബൈ. വരുന്നുണ്ട്. ആണോ? ഓ എന്താ എവിടെ സ്ഥലം എവിടെയാ? വെള്ളക്കിടം. അപ്പൊ നമ്മളിവിടെ അവക്കാരോ ഷേക്ക് കുടിക്കാണ് 24 hours. അതെപ്പോഴും തന്നെയൊക്കെ നീനു വാങ്ങി തന്നതാണ് ബർത്ത്ഡേ പ്രമാണിച്ചിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തോടെ ഈ വ്ലോഗ് കഴിയും. നമ്മൾ യാത്ര പറയല്ലേ ഇത് കഴിച്ചിട്ട്. നമ്മൾ ഇന്നത്തോടെ ഇത് കഴിഞ്ഞു കേട്ടോ. വ്ലോഗ് എൻഡ് ചെയ്യണേ. ബൈ.